Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് മാനേജ്മെന്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. എന്നാ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം മിക്ക പേപ്പറിലും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പെർസെപ്ഷൻ എന്താണ്? അതുപോലെ തന്നെ പലതരത്തിലുള്ള പെർസെപ്ഷനിൽ ഏതെങ്കിലും വരണം. ഫോർ എക്സാമ്പിൾ സോഷ്യൽ പെർസെപ്ഷൻ എന്താണ്? ഓക്കെ, നിർബന്ധമായും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു ചോദ്യമാണ് ഗ്രൂപ്പ് എന്താണ്? ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്താണ്? ഗ്രൂപ്പ് നോംസ് എന്താണ്? നിർബന്ധമായും പഠിക്കുക. നെക്സ്റ്റ് വരുന്നൊരു ചോദ്യമാണ് ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് എന്താണ്? ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് TQM, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, QWL, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് വരാറിലാണ്. ദെൻ കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അതുപോലെ തന്നെ 6 സിഗ്മ എന്താണ്? നിർബന്ധമായും പഠിക്കുക. കൈസൺ എന്താണ്? ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇസോപ്സ്, അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ മാറി മാറി വരാറുണ്ട്. TQM, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, 6 സിഗ്മ, കൈസൺ, ഇസോപ്സിൻ്റെ എക്സ്പാൻഷൻ. ദെൻ നെക്സ്റ്റ് OB എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഓർഗനൈസേഷൻ ബിഹേവിയർ എന്താണ്? അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്താണ്? OD, ഞാൻ OD എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് എന്താണ്? അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ചേഞ്ച് എന്താണ്? ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ കോർപ്പറേറ്റ് കൾച്ചർ എന്താണ്? കോർപ്പറേറ്റ് കൾച്ചർ എന്താണ്? ദെൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്താണ്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്? ദെൻ ടീം മാനേജ്മെന്റ് എന്താണ്? മറ്റൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ കോർ കോമ്പിറ്റൻസ് എന്താണ്? ദെൻ പേഴ്സണാലിറ്റി കൺസെപ്റ്റ്. അതുപോലെ തന്നെ ഗ്രിഡ് മാനേജ്മെന്റ്, ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗ്രിഡ് മാനേജ്മെന്റ് പഠിക്കുക. ഗ്രിഡ് മാനേജ്മെന്റ് എന്താണ്? ദെൻ ബെഞ്ച് മാർക്കിംഗ് എന്താണ്? പിന്നെ കൗൺസിലിംഗ് കൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട്. കൗൺസിലിംഗ് എന്താണ്? അതുപോലെ തന്നെ MDP ഇൻ HRM കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജിൻ്റെ കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് നമ്മളിവിടെ നൽകിയത്. സോ നമുക്ക് 7 ചോദ്യങ്ങളാണ്, അതിൽ 4 എഴുതിയാൽ മതി. അപ്പം മിക്കതും ഈ ടോപ്പിക്സിൽ ഏതെങ്കിലും 4 കിട്ടും. 3 എന്തെങ്കിലും പുതിയതായിരിക്കും, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളത് വരാം. അപ്പോൾ അതല്ലാണ്ട് പിന്നെ പ്ലാനിങ്ങിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാനിങ് പ്രിമൈസസ്, അതുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MBO ചോദിച്ചിട്ടുണ്ട്, അത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ
ഇപ്പോൾ പെർസെപ്ഷൻ, സോഷ്യൽ പെർസെപ്ഷൻ, ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് നോംസ്, ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ്, പിന്നെ TQM, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, 6 സിഗ്മ, കെയ്സൺ, ഈസോപ്സ് പറഞ്ഞു, OD, ഓർഗനൈസേഷണൽ ചേഞ്ച്, കോർപ്പറേറ്റ് കൾച്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ടീം മാനേജ്മെന്റ്, കോർ കോമ്പിറ്റൻസ്, പേഴ്സണാലിറ്റി, ഗ്രിഡ് മാനേജ്മെന്റ്, ബെഞ്ച് മാർക്കിംഗ്, കൗൺസിലിംഗ്, MDP കൺസെപ്റ്റ്, പ്ലാനിങ് പ്രിമൈസസ് എന്താണ്, MBO. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 2 വെയിറ്റേജിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.